ഡീമൺ സ്ലെയർ സീസൺ 4 ഉണ്ടായതിനു ശേഷം എല്ലാ ഫ്രണ്ട്സും അടുത്ത സീസണിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അടുത്ത സീസൺ വരാൻ കുറച്ച് താമസിക്കും. മേ ബി അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷമാകും. അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സ് ആരും തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഈ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പ്ലനേഷൻ ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇത് കവർ ആകുന്ന ഓരോ മേജർ ഫൈറ്റും ഓരോ വീഡിയോ ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നേന്ന് മാത്രമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി സമയം ഒട്ടും കളയാതെ ഡയറക്റ്റ് ആയിട്ട് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലോട്ട് പോകാം. സീസൺ 4 നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. എല്ലാ അഷറാസും ഡീമൺ സ്ലെയേഴ്സും ഇൻഫിനിറ്റി കാസിലോട്ട് സമ്മൻ ചെയ്ത് കാണും. അതിനുശേഷം എല്ലാവരും വേറെ വേറെ ഡയറക്ഷനിലോട്ട് പോകും. അങ്ങനെയാണ് ടാഞ്ചറോ മൂസാനെ മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ച് ടാഞ്ചറോ മൂസാനെ തന്നെ വെല്ലുവിളിക്കും. നിന്നെ എന്തായാലും ഞാൻ കൊന്നിട്ടേ പോകത്തുള്ളൂ എന്ന്. അവിടെ വെച്ച് മൂസാനും പറയും നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്യുമെന്ന്. അതേപോലെ ഇനോസ്കെ ആൻഡ് സെനിറ്റ്സു ഇവർ രണ്ടുപേരും ഇൻഫിനിറ്റി കാസിൽ ആർക്കിൽ സമ്മൻ ചെയ്തതിനു ശേഷം സെനിറ്റ്സു ആണെങ്കിൽ ഫുൾ ആൻഡ് ഫുൾ വെഞ്ചൻസോടെയാണ് പോകുന്നത്. പക്ഷേ ഇനോസ്കെ ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എക്സൈറ്റ്മെന്റോടെയാണ് പോകുന്നത്. അങ്ങനെ ടാഞ്ചറോ ആണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് ക്ലൈം ചെയ്ത് മുകളിലോട്ട് പോയി മൂസാനോട് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നാൽ ടാഞ്ചറോയ്ക്ക് അത് പറ്റില്ല. ടാഞ്ചറോ ഓരോ നിമിഷവും ആ ഒരു കാസ്റ്റലിന്റെ അടിയിലോട്ട് ഡീപ്പായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആണെങ്കിൽ ടൊമിയാക്ക ഗിയു ടാഞ്ചറോനെ പിടിക്കും. എന്നിട്ട് ആ ഒരു കാസ്റ്റലിന്റെ സൈഡിലോട്ട് പിടിച്ചു കയറ്റും. അപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ ഒരു ഡീമൻ ടാഞ്ചറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ടാഞ്ചറോ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് ആ ഡീമനെ അവിടെ വെച്ച് തന്നെ കൊല്ലും. എന്നിട്ട് ടാഞ്ചറോ ആൻഡ് ടൊമിയാക്ക ഗിയു ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു ഡോർ തുറക്കും. ആ ഒരു ഡോറിന്റെ അകത്താണെങ്കിൽ ഇഷ്ടം പോലെ ഡീമൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ടാഞ്ചറോ ആൻഡ് ടൊമിയാക്ക ഗിയുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇവർ രണ്ടുപേരും ടീമായിട്ട് വർക്ക് ചെയ്ത് ആ ഡീമൻസിനെ എല്ലാത്തിനെയും കൊല്ലും. ഇൻഫിനിറ്റി കാസിൽ ആയതുകൊണ്ട് തന്നെ വേറെ കുറെ ഡീമൻസും അവിടെ കാണും. അങ്ങനെ കുറെ ഡീമൻസും ടാഞ്ചറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ടാഞ്ചറോ അവിടെ വെച്ച് പെട്ടുപോകും. അപ്പോൾ ടൊമിയാക്ക ഗിയു ആണെങ്കിൽ ആ ഡീമൻസിനെ എല്ലാം കൊല്ലാൻ ടാഞ്ചറോയ്ക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടാഞ്ചറോ ആണെങ്കിൽ ഗിയുവിനെ പറ്റി കുറെ കാര്യങ്ങൾ പുകഴ്ത്തി സംസാരിക്കും. ഗിയു ഭയങ്കര പവർഫുൾ ആണ്, ഗിയുവിന്റെ അത്രയും ആരും വരൂല, അങ്ങനെയൊക്കെ. വേറെ സൈഡിലാണെങ്കിൽ സെർപ്പന്റ് അഷറായ ഒബാന ഇഗുറോ തന്റെ സെർപ്പന്റ് ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്ത് കുറെ ഡീമൻസിനെയും കൊല്ലും. മിത്സൂരി കനറോജിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഗുറോ ഒബാനായി ആ ഡീമൻസിനെ കൊല്ലുന്നത്. ഇത് കണ്ട മിത്സൂരിക്ക് ഒബാനയോട് ഇഷ്ടം തോന്നും. പിന്നീട് വേറെ സൈഡിലാണെങ്കിൽ ഹിമജിമ ഗയോമി ആൻഡ് മുയിച്ചിറോ ടെക്കിറ്റോ ഇവർ രണ്ടുപേരും കൂടെ ട്രാവൽ ചെയ്യും. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഈ ഒരു ഇൻഫിനിറ്റി കാസിനകത്ത് ഇഷ്ടംപോലെ ഡീമൻസ് ഉണ്ട്. പക്ഷേ ലോവർ റാങ്ക് ലെവൽ ഡീമൻസിന് അത്രയും പോലും പവർഫുൾ അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുയിച്ചിറോ ടെക്കിറ്റോ ആണെങ്കിൽ ഗയോമിനോട് ചോദിക്കും നമ്മുടെ മാസ്റ്ററായ കാഗയോ ഒബയാഷിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഗയോമി പറയും കാഗയോ ഒബയാഷിക്ക് തന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്ത് മൂസാൻ കിബുത്സുജിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. നടന്ന കാര്യം എല്ലാം തന്നെ മുയിച്ചിറോ ടെക്കിറ്റോനോട് ഗയോമി പറയും. ഇത് കേട്ട് മുയിച്ചിറോ ആണെങ്കിൽ എമോഷണൽ ആവും. ഒരു ടൈമിൽ ഞാൻ മരിക്കാൻ കിടന്നപ്പോൾ എന്നെ രക്ഷിച്ചത് ഒബയാഷിക്കാണ്. എന്നിട്ട് എന്നെ ഒരു മോനെ പോലെ നോക്കിയിരുന്നു. ഇതുപോലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരെയും തന്റെ മക്കളെ പോലെ ആയിരുന്നു ഒബയാഷിക്ക് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒബയാഷിക്കിനോട് ഒരു വലിയ റെസ്പെക്ട് ഉണ്ടായിരുന്നു. മൂസാൻ കിബുത്സുജി ആണെങ്കിൽ എന്റെ ബ്രദറിനെ മാത്രമല്ല കൊന്നത്, ഞാൻ എന്റെ ഫാദറായിട്ട് കണ്ടിരുന്ന ഒരാളെയും കൊന്നു. ഇതിനു വേണ്ടിയിട്ട് മൂസാനെ ഉറപ്പായിട്ട് ഞാൻ റിവെഞ്ച് ചെയ്യും. എന്റെ കൈകൊണ്ട് തന്നെ മൂസാനെ കൊല്ലുമെന്ന് കരഞ്ഞുകൊണ്ട് മുയിച്ചിറോ ടെക്കിറ്റോ അവിടെ പറയും. അപ്പോൾ ഗയോമിയോട് പറയും നിനക്ക് തോന്നുന്ന സെയിം ഫീലിങ്സ് ആണ് നമുക്കെല്ലാവർക്കും തോന്നുന്ന, നീ വറി ചെയ്യേണ്ട, നമ്മൾ എന്തായാലും മൂസാനെ കൊല്ലുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വിൻഡച്ചറായ സനേമി ഷിനസുഗാവയാണ്. എന്റെ മാസ്റ്ററിനെ എന്നെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഉണ്ടായിട്ട് പോലും ഇങ്ങനൊരു കാര്യം നടന്നു. ഈ കാര്യങ്ങൾ ഓർത്ത് സനേമി വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഡീമനാണെങ്കിൽ സനേമിയുടെ മുന്നിൽ വരും. ഒറ്റ ഷോട്ടിൽ ആ ഡീമനെ സനേമി കൊല്ലും. എന്നിട്ട് ബാക്കിൽ നിന്ന് കുറെ ഡീമൻസും സനേമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വാ, നിങ്ങൾ എല്ലാവരും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വിഷമത്തോടെയും ദേഷ്യത്തോടെയും സനേമി അവിടെ പറയും. പിന്നീടാണെങ്കിൽ ഇനോസ്കെനെ കാണിക്കും. ഇനോസ്കെ പറയുന്നത് ഞാൻ എങ്ങനെയോ ഇവിടെ വന്ന്, എന്തായാലും ഇത് നല്ലതിനാണ്, ഞാൻ ഇത്ര നാൾ ട്രെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഇറക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ഡീമൻസിനെയും ഞാൻ തന്നെ കൊല്ലുമെന്ന്. മുന്നിൽ വരുന്ന എല്ലാ ഡീമൻസിനെയും കൊന്നിട്ട് അവിടെ നിന്ന് ചാടിപ്പോകും. അങ്ങനെ അവസാനമായിട്ട് എല്ലാവരുടെയും ഫേവററ്റ് ക്യാരക്ടറായ സെനിറ്റ്സുവിനെ കാണിക്കും. സെനിറ്റ്സു ഫുള്ളായിട്ട് തന്നെ സീരിയസ് മോഡിലായിരിക്കും. ആരെയോ തിരക്കി പോകുന്ന പോലെയാണ് സെനിറ്റ്സു അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അവസാനമായിട്ട് കാണിക്കുന്നത് ഇൻസെറ്റ് അഷറ ഷിനോബോ കോച്ചോനെയാണ്. ഇതെന്തിനാണ് സ്ഥലമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഡോറിനെ സ്ലൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ കുറെ പിള്ളേരെയും ഒരു ഡീമനാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കാണിക്കും. ആ പിള്ളേരെല്ലാവരും പെൺപിള്ളേരാണ്. ഷിനോബു കോച്ചു ആണെങ്കിൽ ഷോക്കിങ്ങോടെ ഇത് ആരാണെന്ന് നോക്കും. അപ്പോൾ ആ ഡീമനാണെങ്കിൽ ഷിനോബു വന്ന കാര്യം നോട്ടീസ് ചെയ്യും. എന്നിട്ട് കൈയും കാലും കഴിച്ചുകൊണ്ട് തന്നെ
തിരിഞ്ഞു നോക്കും. ഇത് കണ്ട് ഷിനോബു ആണെങ്കിൽ അവിടെ നെട്ടിപ്പോകും. എന്നിട്ട് ഡോമ ആണെങ്കിൽ ഷിനോബു വന്ന കാര്യം നോട്ടീസ് ചെയ്യും. അവിടെ വെച്ച് ഡോമ പറയും, ഞാനിന്ന് ഭയങ്കര ലക്കിയാണ്, എനിക്ക് അടുത്ത ഫുഡും കിട്ടി, അതും ഒരു പെണ്ണാണ്, ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണെന്ന് ഡോമ പറയും. ഇത് കേട്ട് ഷിനോബു ആണെങ്കിൽ ദേഷ്യപ്പെടും. എന്നിട്ട് ഷിനോബുക്കാണെങ്കിൽ ഷിനോബുവിന്റെ സിസ്റ്ററായ കനാവോടെ ബാക്ക് സ്റ്റോറി ഓർമ്മ വരും. അവിടെ വെച്ച് കനാവോ ആണെങ്കിൽ മരിക്കാൻ കിടക്കുമ്പോൾ ഷിനോബു പറയും, നിന്നെങ്ങനെ ചെയ്ത ടീമിനെ ഞാൻ വെറുതെ വിടൂല, നിന്നെങ്ങനെ ചെയ്ത ആ ടീമിനെ ഞാൻ എന്തായാലും കൊല്ലും, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, നിന്റെ ലൈഫ് നീ ഫുള്ളായിട്ട് ജീവിച്ചു തീർത്താൽ മാത്രം മതി, അത് മാത്രമാണ് എനിക്ക് വേണ്ടതെന്ന് കനാവോ പറയും. ഇത് കേട്ടിട്ട് ഷിനോബു പറയും, ഇല്ലില്ല അത് പറ്റൂല, ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി ആ റിവെഞ്ച് എടുക്കുമെന്ന്. അപ്പോൾ തന്നെ ആ ഒരു സ്ക്രീൻ മാറ്റി അവിടെ ഡോമേനെ കാണിക്കും. ഡോമയാണെങ്കിൽ ഒരു ഡീമൻ ആണെങ്കിൽ പോലും കണ്ടാൽ ഒരു ഡീമൻ എന്ന് പറയത്തില്ല, ഭയങ്കര കാമായിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിൽക്കുന്നത്. അവിടെ വെച്ച് ഡോമയാണെങ്കിൽ കുറെ പെണ്ണുങ്ങളെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഒരാൾ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് ഷിനോബുവിനോട് പറയും, എന്നെ എങ്ങനെയും രക്ഷിക്ക്, ഹെൽപ്പ് മീ എന്ന്. അപ്പോൾ ഡോമയാണെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരും സംസാരിക്കില്ലെന്ന് ആ ഒരു പെണ്ണിനെ സ്ലാഷ് ചെയ്ത് കൊല്ലാൻ വേണ്ടി വരും. അവിടെ വെച്ച് ഡോമ എന്നെ നോട്ടീസ് ചെയ്യുന്ന മുന്നേ തന്നെ ഷിനോബു ആ ഒരു പെണ്ണിനെ അവിടെ നിന്ന് രക്ഷിക്കും. ഷിനോബു ആണെങ്കിൽ രക്ഷിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറെ ദൂരം പോകും. എന്നിട്ടാണെങ്കിൽ ആ ഒരു പെണ്ണിനെ നോക്കും. ആ ഒരു പെണ്ണിന്റെ ശരീരം മുഴുവൻ തന്നെ ബ്ലഡ് ആയിട്ട് കവർ ആവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഡോമ ഓൾറെഡി ആ ഒരു പെണ്ണിനെ സ്ലാഷ് ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വെച്ച് ഷിനോബു കോച്ചു ആണെങ്കിൽ ഷോക്കാവും. എന്നിട്ട് ഷിനോബയുടെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഓർമ്മ വരും. അവിടെ വെച്ച് ഷിനോബുയുടെ ചേച്ചിയായ കനാവോ പറയും, എന്നെ അറ്റാക്ക് ചെയ്തത് ഒരു പവർഫുൾ ഡീമനാണ്, അതൊരു അപ്പർ റാങ്ക് ഡീമൻ ആയിരിക്കും. ആ ഡീമൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ഒരു ഫാൻ ആയിരുന്നു ആ ഡീമന്റെ കയ്യിൽ, അതാണ് വെപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇത് ഓർത്ത് നോക്കിയ ഷിനോബു ആണെങ്കിൽ ഡോമനെ നോക്കും. ഡോമയും ഈ ഷിനോബുയുടെ ചേച്ചി പറഞ്ഞ പോലെ അതേപോലെ ആയിരിക്കും. അപ്പോൾ അവിടെ വെച്ച് ഷിനോബുക്കാണെങ്കിൽ ചെറുതായിട്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ട് ഡോമയാണ് തന്റെ സിസ്റ്ററിനെ കൊന്ന ഡീമൻ എന്ന്. അപ്പോൾ ഡോമ പറയും, ഞാനാണ് എറ്റേണൽ പാരഡൈസ് എന്ന ഒരു കൾട്ടിന്റെ ഫൗണ്ടർ, എന്റെ ഈ കൾട്ടിലുള്ള എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് കേട്ട ഷിനോബുക്കാണെങ്കിൽ നല്ല ദേഷ്യം വരും. എന്നിട്ട് ഷിനോബു പറയും, നീ ഇത്രയും പേരെയും കൊന്നിട്ട് ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല, ഇത്രയും പേരെയും ക്രൂരമായിട്ടാണ് നീ കൊന്നതെന്ന്. അതിനെന്താണ് കുഴപ്പം, ഞാൻ കൊല്ലുന്ന എല്ലാവരെയും പെയിനും സഫറും ഇല്ലാതെയാണ് കൊല്ലുന്നത്, അത് അവർ ലക്കി ആയിട്ടുള്ളതുകൊണ്ടാണ് എന്ന് ഡോമ പറയും. ഷിനോബു ഇത് കേട്ട് പറയും, നീ ഭയങ്കര ക്രൂരനാണ്, നിന്നെ എനിക്ക് അറിയാം, നീയല്ല എന്റെ ചേച്ചിനെ കൊന്നത്, സത്യം പറയുന്നു. അവിടെ വെച്ച് ഡോമ ചിരിച്ചുകൊണ്ട് കാഷ്വൽ ആയിട്ട് പറയും, ആ ഫ്ലവർ ബ്രീത്തിങ് യൂസ് ചെയ്തോണ്ടിരുന്ന ആ ഒരു പെണ്ണല്ലേ, ശരിയാണ് ഞാനാണ് കൊന്നത്, ആ ഒരു പെണ്ണിനെ കൊന്നതിന് ശേഷം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം സൂര്യൻ പെട്ടെന്ന് വന്നുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് നേരത്തെ പോകേണ്ടി വന്നെന്ന് ഡോമ പറയും. ഇത് കേട്ടോണ്ടിരുന്ന ഷിനോബു ആണെങ്കിൽ നല്ല ദേഷ്യം വന്ന് ഡോമയുടെ കണ്ണിൽ തന്നെ കൊണ്ടുകുത്തും. ഈവൻ ഡോമ റിയാക്ട് ചെയ്യുന്ന മുന്നേ തന്നെ. അപ്പോൾ ഡോമയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ, പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തതെന്ന്. എന്നിട്ട് ഡോമയാണെങ്കിൽ ബ്ലഡ് ഡീമൻ ആട്ടായ ലോട്ടസ് ഐസ് എന്ന ഒരു അറ്റാക്ക് യൂസ് ചെയ്യും. അതിനുശേഷം ഷിനോബുവിനെ പുകഴ്ത്തി സംസാരിക്കും, എന്തായാലും നിന്റെ ഇൻസെക്ട് ബ്രീത്തിങ് കൊള്ളാം, നല്ലപോലെ ഉണ്ടെന്ന്. ഈ ബ്ലഡ് ഡീമൻ ആട്ട് കാരണം ഷിനോബുയുടെ കൈയെല്ലാം ഐസായി കാണും. ഇത് കാരണം ഷിനോബുക്ക് തന്റെ കൈ മൂവ് ചെയ്യാൻ പറ്റൂല. ഡോമയോട് പിന്നെയും സ്മൈൽ ചെയ്തുകൊണ്ട് പറയും, നിനക്കാണെങ്കിൽ നല്ല സ്പീഡും റിഫ്ലക്സും ഉണ്ട്, നീ അറ്റാക്ക് ചെയ്തതും കൊള്ളാം, പക്ഷെ എന്റെ കന്നി കുത്തി എന്തുകൊണ്ടാണ്, ഡീമൻസിന്റെ വീക്ക്നെസ് എപ്പോഴും കഴുത്താണ്, ഇനി അറ്റാക്ക് ചെയ്യുമ്പോൾ എന്റെ കഴുത്തിയെ അറ്റാക്ക് ചെയ്യണം, കഴുത്തി വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്ന് ഡോമ എന്നെ ഇൻസ്ട്രക്ട് ചെയ്യും. ഇത് കേട്ട ഷിനോബു പറയും, എന്നെ കൊണ്ട് അങ്ങനെ കഴുത്ത് വെട്ടി കൊല്ലാവൊന്നും പറ്റൂല, പക്ഷെ അതിനു പകരം ഞാൻ വേറൊരു കാര്യം ചെയ്യും, എന്റെ ബ്ലേഡിൽ പോയിസൺ ഇഞ്ചെക്ട് ചെയ്ത് അത് വെച്ച് എല്ലാവരും അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അവിടെ വെച്ച് ഡോമയുടെ ഫേസ് ആണെങ്കിൽ വേറെ പോലെ ആവും, പോയിസൺ ഒക്കെ അഫക്ട് ചെയ്ത് വേറെ രീതിയിലാകും. പിന്നെ ഡോമയാണെങ്കിൽ ചോര തുപ്പും. ഡോമ അവിടെ ചുമച്ചോണ്ട് പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇതെന്താണ് ഇത്ര പവർഫുള്ള്, നീ കഴിഞ്ഞ വട്ടം റൂയിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ അപ്പോൾ യൂസ് ചെയ്ത പോയിസനെക്കാളും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ പോയിസൺ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഡോമ ചോദിക്കും. ഷിനോബു പറയും, ഞാൻ റൂയിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത കാര്യം നിനക്കെങ്ങനെ അറിയാമെന്ന്. ഡോമ പറയും, നമ്മളിങ്ങനെ ഓരോ ഇൻഫർമേഷൻസും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഡോമയാണെങ്കിൽ തന്റെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ പോയിസനെയും ഡീകമ്പോസ് ചെയ്യും. ഡോമ ഭയങ്കര പവർഫുൾ ഡീമനാണ്, അപ്പർ റാങ്ക് 2 ആയതുകൊണ്ട് തന്നെ ഈ സാധാരണയായിട്ടുള്ള പോയിസൺസ് ഒന്നും ഡോമയെ വലുതായിട്ട് അഫക്ട് ചെയ്യൂല. അതിനുശേഷമാണെങ്കിൽ ഡോമയുടെ ബാക്ക് സ്റ്റോറി കാണിക്കും. ഡോമ ജനിക്കുമ്പോൾ റെയിൻബോ കളറിലുള്ള കണ്ണുകളായിരുന്നു, അതേപോലെ വൈറ്റ് കളറായിട്ടുള്ള ഹെയറുമായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ഡോമയുടെ പാരൻസും ആ നാട്ടുകാരും എല്ലാവരും കൂടി ഡോമയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു കുഞ്ഞാണ്, ദൈവപ്പിറപ്പാണെന്ന് പറഞ്ഞ് കൊച്ചിലെ തൊട്ടേ ഡോമേനെ സ്പെഷ്യലായിട്ട് കാണാൻ തുടങ്ങും. അതേപോലെ ഡോമയുടെ പേരിൽ ഒരു കൾട്ടും തുടങ്ങും. ആ കൾട്ടിന്റെ പേരാണ് എറ്റേണൽ പാരഡൈസ് കൾട്ട്. ഡോമയ്ക്കാണെങ്കിൽ ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റും, ദൈവത്തെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോമയുടെ പാരൻസ് ആണെങ്കിൽ പറഞ്ഞു വിടും. ഇത് കേട്ടിട്ട് ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും ഡോമേനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടിൽ വരാറുണ്ട്. എന്നിട്ട് ഡോമേനോട് തന്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെയും ഇതൊക്കെ മാറണമെന്ന് പറഞ്ഞിട്ട്
ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഡോമയോട് എല്ലാം പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഡോമയാണെങ്കിൽ ഡോമയ്ക്ക് മനസ്സിലാവും ഞാൻ ദൈവത്തെ കാണുന്നില്ല, ദൈവത്തിന്റെ അടുത്ത് മിണ്ടുന്നില്ല, ദൈവം എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ലെന്ന്. ഇതിലൂടെ ഡോമ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ദൈവത്തിനോട് ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തുള്ളൂ ദൈവം എന്ന സംഭവം ഇല്ലെന്ന്. ഈ മനുഷ്യരൊക്കെ ആണെങ്കിൽ ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് എല്ലാ കഷ്ടപ്പാടുകളും എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്. അതിനുള്ള സൊല്യൂഷൻ എന്നെ കൊണ്ട് തരാൻ പറ്റൂല, പക്ഷേ എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എൻ്റെ കൾട്ടിലുള്ള എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം കൊടുക്കാൻ പറ്റും, അതേപോലെ എനിക്കും ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റും. പിന്നീടാണെങ്കിൽ ഡോമ ഒരു ഷെൽഫിൽ ഇഷ്ടം പോലെ തലയോട്ടികൾ അടുക്കി വെച്ചേക്കും. ഇതൊക്കെ എന്തിനാണ് നോക്കുമ്പോൾ ഈ ലോകത്ത് ജീവനോടുള്ളവർ മാത്രമേ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരെയും കൊന്നു കഴിഞ്ഞാൽ ആരും തന്നെ കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സ്വർഗത്തിൽ പോയി നല്ല സന്തോഷമായിട്ട് ജീവിക്കും. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഐഡിയ. എൻ്റെ കൾട്ടിലുള്ള എല്ലാവരും തന്നെ സന്തോഷമായിട്ട് ജീവിക്കണം. എൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ പറയാമെന്ന എല്ലാവരെയും ഞാൻ കൊല്ലും, എന്നിട്ട് കഷ്ടപ്പാടുകളൊന്നുമില്ലാത്ത ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം അവർക്ക് ഞാൻ കൊടുക്കുമെന്ന് ഡോമ പറയും. ഇത് കാരണം അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഞാനും കുറെ കഷ്ടപ്പാടുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്കും എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യവുമില്ല. എല്ലാവരും ഹാപ്പിയാണെന്ന് ഡോമ ഈ ഒരു ഐഡിയ കൊണ്ടുവരും. ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോമയാണെങ്കിൽ 5ാമത്തെ സ്റ്റാബ് ഷിനോബിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഷിനോബു അത്ര നേരവും ഡോമനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിനോബു ആണെങ്കിൽ ഓരോ അറ്റാക്കിലും പവർഫുൾ ആയിട്ടുള്ള പോയിസൺ യൂസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. ഭയങ്കര പോയിസണസ് ആണ്. എന്നാൽ പോലും ഡോമയാണെങ്കിൽ ഈസി ആയിട്ട് ആ പോയിസൺ എല്ലാം ഡീകമ്പോസ് ചെയ്യും. ഇതിന്റെ കാരണം ഓബിയസ്ലി ഡോമ അപ്പർ റാങ്ക് 2 ആണ്. സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് മോസ്റ്റ് പവർഫുൾ ഡീമൻ ആണ് ഡോമ. അതുകൊണ്ട് തന്നെ ഈ പോയിസൺ ഒന്നും ഡോമിനെ വലുതായിട്ട് എഫക്ട് ചെയ്യൂല. അപ്പോൾ അവിടെ ഡോമ പറയും, നീയും കുറെ നേരമായിട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട്, നിന്റെ പോയിസൺ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, അത് തീരത്തില്ലേ, നീ ഓക്കെ ആണോ, നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഡോമ പറയും. അപ്പോൾ ഷിനോബ അവിടെ പറയും, നീ ഒരു അപ്പർ റാങ്ക് ഡീമൻ ആയതുകൊണ്ട് തന്നെ എന്റെ പോയിസൺ ഒന്നും നിന്റെ അടുത്ത് വർക്കാവുന്നില്ല, വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത് വേണം നിന്നെ കൊല്ലാമെന്ന്. അതിനുള്ള സമയം നിനക്കില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ലങ്സ് ആണെങ്കിൽ ഫ്രീസ് ആവുന്ന. ഇതിന്റെ കാരണം നീ എന്റെ ബ്ലഡ് ഡീമൻ ആയിട്ട് സ്മെല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡോമ പറഞ്ഞു കേട്ട് ഷിനോബു ആണെങ്കിൽ ഷോക്കാവും. എന്നിട്ടും ഷിനോബു ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡോമനെ അറ്റാക്ക് ചെയ്യും, പോയിസൺ ഇഞ്ചെക്ട് ചെയ്ത്. ഈ വട്ടമാണെങ്കിൽ ഷിനോബു കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡോമ വെറുതെ ഇരുന്നില്ല. ഡോമ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്റെ ഫാൻ യൂസ് ചെയ്ത് ഷിനോബുവിനെ കട്ട് ചെയ്യും. ഈ ഒരു കട്ട് സിവിയർ ആയിട്ട് ഒരു കട്ടാണ്. ഷിനോബുവിന്റെ ബോഡിയിൽ മുഴുവനായിട്ട് തന്നെ ബ്ലഡ് ആയിട്ട് കവർ ആവും. അത്രക്കും സിവിയർ ആയിട്ട് നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡോമയാണെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ ഷിനോബുവിന്റെ അടുത്ത് പറയും, നിനക്ക് വേണമെങ്കിൽ എന്റെ കഴുത്തി അറ്റാക്ക് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്റെ തലയിലും അറ്റാക്ക് ചെയ്യായിരുന്നു, പക്ഷേ ഇതൊന്നും ചെയ്യാതെ നീ വെറുതെ പോയിസൺ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ എന്റെ സമയം കളഞ്ഞു. നിന്റെ പോയിസൺ ആണെങ്കിൽ അതും വർക്കാവുന്നില്ല, നിനക്ക് ഫിസിക്കലായിട്ട് സ്ട്രെങ്ത്തും ഇല്ല എന്റെ തല കട്ട് ചെയ്യാൻ. എന്തിനാണ് നീ ഒരു ഡീമൺ സ്ലെയർ അല്ലെങ്കിൽ അസുറായെന്ന് ഡോമ അവിടെ ചോദിക്കും. അവിടെ വെച്ച് ഷിനോബു ആണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കും. തന്റെ സിസ്റ്ററിന്റെ ബോഡിയും തന്റെ ബോഡിയും തമ്മിൽ കമ്പയർ ചെയ്യും. തന്റെ സിസ്റ്ററിന്റെ ബോഡി ആണെങ്കിൽ തന്റെ ബോഡിനേക്കാളും വീക്കാണ്. എന്തുകൊണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ വീക്കായത്? സ്റ്റോൺ അസുറായ ഹിമജിമ ഗയോമി അത്രയും പവർഫുൾ ആണ്, അതിൻ്റെ അത്രയും സ്ട്രോങ്ങും പവർഫുള്ളും നമ്മൾ എന്തുകൊണ്ടായില്ല എന്ന് ഷിനോബു അവിടെ ചോദിക്കും. അപ്പോൾ പണ്ട് തന്റെ സിസ്റ്ററിന്റെ കൂടെ സംസാരിച്ച ഒരു കാര്യമാണെങ്കിൽ ഷിനോബുവിന് ഓർമ്മ വരും. അതെന്തോന്ന് വെച്ചാൽ ഷിനോബുയുടെ സിസ്റ്ററായ കനവ ആണെങ്കിൽ മരിക്കുന്നുവെന്നേ പറഞ്ഞിട്ടുണ്ടാകും, നീ എത്ര ട്രൈ ചെയ്താലും എന്നെ കൊന്ന ആ ഡീമനെ കൊല്ലാൻ പറ്റൂല, കാരണം ആ ഡീമൻ ഭയങ്കര പവർഫുൾ ആണ്, അപ്പർ റാങ്ക് ലെവലിൽ വരുന്ന ഡീമനാണിത്, നീ വെറുതെ ട്രൈ ചെയ്യണ്ട, നീയും കൂടെ മരിക്കത്തേ ഉള്ളൂ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷിനോബു ആണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിനോബുവിന്റെ ഹെൽത്ത് ആണെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവും. ഷിനോബു ഈവൻ മരിക്കുന്ന സിറ്റുവേഷനിൽ പോകും. അപ്പോൾ ഷിനോബു ആണെങ്കിൽ അവിടെ വെച്ച് കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കൊണ്ട് ഈ ഡീമനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂല, ഈ ഡീമൻ ഭയങ്കര പവർഫുൾ ആണ്, ഈ ഡീമന്റെ മുന്നിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റൂല, ഞാൻ ഭയങ്കര വീക്കാണെന്ന്. അപ്പോൾ ഷോക്കിംഗ് ആയിട്ട് അവിടെ ഷിനോബുയുടെ സിസ്റ്ററായ കനവ അവിടെ അപ്പിയർ ആകും. അവിടെ വെച്ച് കനവ ആണെങ്കിൽ ഷിനോബിന്റെ അടുത്ത് പറയും, നീ എന്തുകൊണ്ടും വിട്ടുകൊടുക്കില്ല, എനിക്ക് വേണ്ടിയാണ് നീ ഇത്രയും ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്നാൽ പോലും ആദ്യമേ ഒക്കെ നീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു, ഈ ഡീമന്റെ അടുത്ത് പോകണ്ട, ഈ ഡീമൻ ഭയങ്കര ഡേഞ്ചർ ആണെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ഇതൊന്നും കേട്ടില്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഈ ഡീമന്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നീ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യണം. ഇത്രയും അഹങ്കാരം പിടിച്ച ഈ ഡീമനെ നിന്റെ കയ്യിൽ തന്നെ നീ കൊല്ലണമെന്ന് ഷിനോബുയുടെ സിസ്റ്റർ പറയും. നിന്റെ അടുത്ത് ഞാൻ പ്രോമിസ് ചോദിച്ചില്ലായിരുന്നു, നീ ആയിട്ടാണ് എനിക്ക് പ്രോമിസ് തന്നത് ഈ ഡീമനെ നീ കൊല്ലുമെന്ന്. എനിക്ക് മാത്രമല്ല കനോവയ്ക്കും നീ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഈ 2 പ്രോമിസും നീ ഉറപ്പായിട്ടും നിറവേറ്റണം. നീ ഒരു ഇൻസെക്ട് അസുരയാണ്, നിന്നെ കൊണ്ട് പറ്റും, നീ എണ്ണിക്കെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഷിനോബു ആണെങ്കിൽ അവിടെ നിന്ന് എണ്ണിക്കും. ഷിനോബിനെ കൊണ്ട് എണ്ണിക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയും എണ്ണിക്കണമെന്ന് പറഞ്ഞ് ഷിനോബു അവിടെ നിന്ന് എണ്ണിക്കും. ഇത് കണ്ട ഡോമയാണെങ്കിൽ അവിടെ ഷോക്കായി പോവും. ഓൾറെഡി ഷിനോബുവിന്റെ ലങ്സ്, റിബ്സ് എല്ലാം തന്നെ ക്രാക്ക് ആയി പോയിട്ടുണ്ട്. എന്നിട്ടും ഇവളെങ്ങനെ എണ്ണിറ്റിക്കുന്നുള്ള ഒരു ഷോക്കിലാണ് ഡോമ. അപ്പോൾ അവിടെ ഡോമയാണെങ്കിൽ ഷിനോബിന്റെ അടുത്ത് ചോദിക്കും, നീ ഇത്ര കഷ്ടപ്പെട്ട് എണ്ണിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ഇവിടെ നിന്ന് നിന്നെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല,
ഇത് എന്റെ സ്ഥലമാണ്, നീ എന്തായാലും മരിക്കാൻ പോവുകയാണ്, വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മരിക്കണ്ട, നീ എന്തായാലും ഗിവപ്പ് ചെയ്ത് പറ്റൂ, വേറെ വഴിയില്ലെന്ന്. ഈ കാര്യങ്ങളെല്ലാം കേട്ട ഷിനോബു ആണെങ്കിൽ അവിടെ വെച്ച് നല്ല ദേഷ്യം വരും. ഷിനോബു ആണെങ്കിൽ അവിടെ തന്നെ ഇൻസെന്റ് ബ്രീതിങ് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഡോമിനെ അറ്റാക്ക് ചെയ്യും. ഫിസിക്കലി ഭയങ്കര വീക്ക് ആണെന്ന് പറഞ്ഞിരുന്ന ഷിനോബു ആണെങ്കിൽ അവിടെ വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഡോമിനെ അറ്റാക്ക് ചെയ്ത് ഡോമിനെ ടോപ്പ് ഫ്ലോറിൽ കൊണ്ട് നിർത്തും. അപ്പർ റാങ്ക് 2 എടുത്തൊരു ടീമിനെ പുഷ് ചെയ്ത് റൂഫിൽ കൊണ്ട് നിർത്തണമെങ്കിൽ ആ ഒരു സമയത്ത് ഷിനോബു എത്ര പവർഫുൾ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ വെച്ച് ഡോമയ്ക്കാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റൂല. അപ്പോൾ അവിടെ വെച്ച് ഷിനോബുവിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കും. ഷിനോബിന്റെ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ആ ഒരു സമയത്ത് ഒരു ഡീമൻ ആണെങ്കിൽ അവിടെ വന്നിട്ട് ഷിനോബിന്റെ പാരന്റ്സിനെ കൊല്ലും. അവിടെ വെച്ച് സ്റ്റോണച്ചറായ ഹിമജിമ ഗയോമി ആണെങ്കിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഹിമജിമ ഗയോമി ആണെങ്കിൽ ആ ഡീമനെ കൊല്ലും. ഷിനോബുവിന്റെ ഫാമിലി മരിച്ചതിന്റെ വിഷമത്തിൽ, പാരന്റ്സ് രണ്ടുപേരും മരിച്ചതിന്റെ വിഷമത്തിൽ ഷിനോബു ആണെങ്കിൽ തന്റെ സിസ്റ്ററിന്റെ കൂടി പ്രോമിസ് ചെയ്യും, നമ്മുടെ ഹാപ്പിനെസ് ഇവിടെ പോയതുപോലെ ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ്സും ഇല്ലാണ്ടാവേണ്ട നോക്കണം, നമ്മളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നമ്മൾ ബാക്കിയുള്ളവരെല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഒരു ഡീമൻ സ്ലെയർ ആയത്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഒരു ഡീമൻ സ്ലെയർ ആയതെന്ന് ഷിനോബുവോട് പറയും. സാധാരണയായിട്ടുള്ള ഡീമനെ കൊന്നാൽ തന്നെ ഒരു 10 പേരെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോ അപ്പർ റാങ്ക് പോലുള്ള ഒരു ഡീമനെ കൊന്നു കഴിഞ്ഞാൽ 100 കണക്ക് ആൾക്കാരുടെ ജീവനെയും രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഷിനോബുവോടെ ഡോമിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഷിനോബുക്ക് ആണെങ്കിൽ ടാഞ്ചറോ ഒരു വട്ടം നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ച ആ ഒരു ഡയലോഗ് അവിടെ ഓർമ്മ വരും. ഷിനോബു അവിടെ പറയും, ആണ് ഞാൻ നല്ല ദേഷ്യത്തിലാണ്, കാരണം എന്റെ പാരന്റ്സ്, എന്റെ സിസ്റ്റർ, എന്റെ ഫ്രണ്ട്സ് ഇവരെല്ലാരെയും കൊന്നത് ഡീമൻസ് ആണ്, എനിക്ക് വേണ്ടി കനവോ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും ഈ ഡീമൻസ് കൊന്നിട്ടുണ്ട്, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്, എന്റെ ഫാമിലിയാണ്, എന്നിട്ടും എന്നെ കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ടെന്ന് ഷിനോബോടെ പറയും. അപ്പോൾ അവിടെ വെച്ച് സഡൻ ആയിട്ട് ഡോമയാണെങ്കിൽ വേക്കപ്പ് ചെയ്യും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഷിനോബിന്റെ അടുത്ത് പറയും, നീ എത്ര ട്രൈ ചെയ്താലും എന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, അതൊക്കെ വേസ്റ്റ് ആണ്, നിന്റെ പോയിസണും കാര്യങ്ങളൊക്കെ വർക്ക് ആകുന്നേ ഇല്ല, വെറുതെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഷിനോബിനെ അറ്റാക്ക് ചെയ്ത് അവിടെ തള്ളിവിടും. എന്നിട്ടാണെങ്കിൽ ഡോമ ഷിനോബുവിനെ തന്റെ ബോഡിന്റെ അകത്ത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അവിടെ ഡോമ പറയുന്നത്, നീ നിന്റെ സിസ്റ്ററിന്റെ അത്രയും പോലും സ്ട്രോങ് അല്ല, നീ ഭയങ്കര വീക്കാണ്, നീ വെറുതെ എത്ര ട്രൈ ചെയ്ത്, നീ ഇത്ര ട്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, ഇപ്പൊ എന്തായാലും നീ മരിക്കാൻ പോകുന്നുണ്ട്, നീ ഇപ്പോൾ എൻ്റെ അകത്ത് പോവുകയാണ്, നീ എൻ്റെ കൂടെ തന്നെ ഇരിക്കും അവസാനം വരെ, നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് ഡോമ പറയും. ഈ ഒരു സമയം നോക്കി കനോ ആണെങ്കിൽ അവിടെ വരും. ആ ഒരു ഡോർ തുറന്നു നോക്കുമ്പോൾ ഷിനോബുവിനെ ആണെങ്കിൽ ഡോമ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട കനോ ആണെങ്കിൽ ഷോക്കായി പോകും. ഡോമയാണെങ്കിൽ കുറച്ചായിട്ട് ഷിനോബുവിനെ അബ്സോർബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രോസസ്സ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിനോബു കയ്യിലൊരു സൈൻ കാണിക്കും. അപ്പോൾ ഡോമയാണെങ്കിൽ ഓൾമോസ്റ്റ് ഷിനോബുവിനെ അബ്സോർബ് ചെയ്ത് കഴിയും. എന്നിട്ട് കനോവിന്റെ അടുത്ത് ചോദിക്കും, ഷിനോബു എന്താണ് ഹാൻഡ് സൈൻ നിന്റെ അടുത്ത് കാണിച്ചത്, അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോൾ അറിയണം, നീ പറയുവോ? അതേപോലെ തന്നെ ഇത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോർജിയസ് ആയിട്ടുള്ള ഒരു പെണ്ണ് എന്റെ അകത്തുണ്ട്, ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഷിനോബു പൊളിയാണ്. ഇത് കേട്ട കനോ ആണെങ്കിൽ നല്ല ദേഷ്യം വരും. കനോ അവിടെ വെച്ച് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവര് അവസാനം വരെ നമ്മുടെ കൂടെ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെ നടക്കൂല. നേരത്തെ ആണെങ്കിൽ എന്റെ ആദ്യത്തെ സിസ്റ്ററിനെ നഷ്ടപ്പെട്ടു, ഇപ്പൊ രണ്ടാമത്തെ സിസ്റ്ററിനെ നഷ്ടപ്പെട്ടു, എനിക്കിപ്പോൾ ആരുമില്ലെന്ന് കനോവോട് വിചാരിക്കും. ഇതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് സെനിറ്റ്സുനെയാണ്. സെനിറ്റ്സു ആണെങ്കിൽ അവസാനം ഓടിപ്പോയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും. അവിടെ വെച്ച് സെനിറ്റ്സു ആണെങ്കിൽ പറയും, നീ എന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം, ഇനി ഒളിഞ്ഞിരിക്കേണ്ട, പുറത്തിറങ്ങി വാന്ന്. ഇത് കേട്ടിട്ട് വേറൊരാളാണെങ്കിൽ സംസാരിക്കും, എന്തൊക്കെയാണെങ്കിലും ഞാൻ നിന്റെ മാസ്റ്റർ ആണ്ട്രാ, നീ ഇങ്ങനെയാണ് സംസാരിക്കുന്ന മാസ്റ്ററിന്റെ അടുത്ത്, എന്തൊക്കെയാണെങ്കിലും കുറച്ചേലും റെസ്പെക്ട് ചെയ്തൂടെ എന്ന് പറഞ്ഞ് ഒരു ഡീമൻ ഇറങ്ങി വരും. ആ ഡീമനാണ് കൈഗാക്കു. ഡീമൻ സ്ലെയറിന്റെ സീസൺ 4 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഷ്റ ട്രെയിനിങ് ആർക്കിൽ ഗയോമിനെ ബിട്രേ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. ഗയോമിയും ഗയോമിയുടെ പിള്ളേരും താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒരു ഡീമന്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറാണ് ഇത്.